ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട എന്നുള്ളതും വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ടൊമാറ്റോ റൈസ് വയ്ക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ക്വാളിറ്റി ബാസ്മതി റൈസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വയ്ക്കുകയാണ്. തക്കാളി ചോറ് വയ്ക്കാനായിട്ട് ഞാനിവിടെ 2 സവാള, 4 തക്കാളി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 കുഞ്ഞു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ഏലയ്ക്ക, 1 ബേ ലീഫ് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സ്പൈസസ് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളർ ചേഞ്ചായി ഒരു ഗോൾഡൻ കളറിലോട്ട് മാറുമ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്ത് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ മസാലയും നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പാത്രം അടച്ച് വെച്ച് അരി കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഏത് ഗ്ലാസ്സാണോ അരി അളക്കാൻ എടുത്തിട്ടുള്ളത് ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ചേർക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരിയിൽ ആഡ് ചെയ്തിട്ടുള്ള വെള്ളം തിളച്ച് വരുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് നമുക്ക് മൂടി അടച്ച് വെച്ച് 15 തൊട്ട് 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് വെറൈറ്റിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സജഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.